ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് നീറ്റ്. അപ്പോൾ 2024 നീറ്റ് എക്സാമിനേഷനിൽ മികവാർന്ന വിജയം നേടിയ രണ്ട് ചുണകുട്ടികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ബ്രില്യന്റിന്റെ ഹോസ്റ്റലായിട്ടുള്ള പേൾ ഹോസ്റ്റൽ അല്ലേ, പേൾ ഹോസ്റ്റലിൽ ഒരേ ഹോസ്റ്റലിൽ പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് പഠിച്ച് നല്ല മാർക്ക് കിട്ടിയ രണ്ട് കുട്ടികളാണ് ഇപ്പൊ നമ്മളോട് കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. എൻ്റെ പേര് അനന്യ KJ, എൻ്റെ സ്കോർ 680. എൻ്റെ പേര് ഗൗരി ഗോവിന്ദ്, സ്കോർ 680. അപ്പോൾ പേൾ ഹോസ്റ്റലായിരുന്നു രണ്ടുപേരും എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അതോ ഹോസ്റ്റലിൽ വന്നിട്ടാണോ നിങ്ങൾ രണ്ടുപേരും കാണുന്നത്? ഹോസ്റ്റലിൽ വന്നതിന് ശേഷം. ഹോസ്റ്റലിൽ വന്നിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഹോസ്റ്റലിൽ വന്ന് കണ്ട് പരിചയപ്പെട്ട് ആ ഒരു കഥ പറഞ്ഞു? ഞങ്ങൾ ഹോസ്റ്റലിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത് മെസ് ഹാളിൽ വെച്ചാട്ടാ. അങ്ങനെ എല്ലാ ദിവസവും വൈകിട്ട് ഡിന്നറിൻ്റെ സമയത്ത് എപ്പോഴും മെസ് ഹാളിൽ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ആ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഫുൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ സ്ട്രെസ്സിൻ്റെ കാര്യവും എക്സാമിൻ്റെ കാര്യവും അങ്ങനെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു കമ്പനി ആയതാണ്. പിന്നെ ലാസ്റ്റ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എപ്പോഴും പഠിക്കുന്നതൊക്കെ ഒരുമിച്ച് പഠിക്കാറുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഞങ്ങളുടെ റൂം അടുത്തല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ അവിടെ മെസ്സിൽ വന്നിരിക്കുമ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾക്കും അത് പല കാര്യങ്ങളും ഓർത്തിരിക്കാനും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങനെ പഠിക്കുക. എക്സാംസിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. മോഡലിന്റെ സമയത്ത് എല്ലാവരും ഒരേ എക്സാം എഴുതുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോ മോള് ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താവോ? ഇത് എൻ്റെ അച്ഛൻ്റെ പേര്. എൻ്റെ പേര് ജയചന്ദ്രൻ, ഞാൻ വാട്ടർ അതോറിറ്റി വർക്ക് ചെയ്യുന്നു. ഞാൻ അഭിനവ്, ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് അതുല്യ, ഞാൻ ലോ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ഗോവിന്ദൻ നമ്പൂതിരി, ഞാൻ സംസ്കൃത സർവകലാശാല വർക്ക് ചെയ്യുന്നു കാലടിയിൽ. എൻ്റെ പേര് സുവർണിനി, ഞാൻ പാല സെന്റ് തോമസ് കോളേജിലെ അധ്യാപികയാണ്, സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് നന്ദകൃഷ്ണൻ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഫാമിലിക്കാണെങ്കിലും വളരെ വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്തതല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? അല്ലെങ്കിൽ ഇപ്പം ഒരു എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നുണ്ടാവും, ഒരു എക്സാമിന് അത്രയും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? വീക്ക്ലി നമുക്ക് എക്സാംസ് ഉണ്ടാവും. ചില എക്സാംസിന് മാർക്ക് നല്ല ഹൈ കിട്ടും, ചിലപ്പം സ്റ്റീഫൻ സാറിൻ്റെ നിന്ന് ക്യാഷ് പ്രൈസ് ഒക്കെ വാങ്ങാറുണ്ട്. ചില എക്സാമിന് അതുപോലെ തന്നെ ഡൗൺ ആവും. അപ്പം സ്ട്രെസ്സ് സ്വാഭാവികമായിട്ടും വരും. അപ്പം ടീച്ചർ, വാർഡന്മാരായാലും പിന്നെ പേരൻസ്, നമുക്ക് ആഴ്ച 3 ദിവസം ഫോൺ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് സ്ട്രെസ്സ് കൂടുതലും. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഇന്റർവെൽ ടൈം ഒക്കെ മാക്സിമം ഇങ്ങനെ സ്ട്രെസ് റിലീഫിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ? സ്റ്റഡീസിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനാണെങ്കിലും? എല്ലാവരും ഭയങ്കര സപ്പോർട്ടും ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പൊ ആർക്ക് എന്ത് വിഷമം വന്നാലും അതെല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ റൂംമേറ്റ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, സപ്പോർട്ടുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബ്രില്യന്റിൽ വന്ന് ഒരേ ഹോസ്റ്റലിൽ പഠിച്ച് ഒരേ സ്കോറും ആണല്ലേ രണ്ടുപേർക്കും? അപ്പോൾ ഒരേ സ്കോറുമാണ്, ഒരേ ഹോസ്റ്റലിൽ ഒരേപോലെ പഠിച്ച് ഒരേ സ്കോർ കിട്ടിയ 2 പേരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇനി അലോട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരേപോലെയൊക്കെ അലോട്ട്മെന്റിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി കിട്ടുന്ന മെഡിക്കൽ കോളേജും സെയിം ആയിട്ട് തന്നെ വരുമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും ഇനി അങ്ങോട്ടുള്ള സ്റ്റഡീസിലും ഒക്കെ ഇതുപോലെ തന്നെ ഇപ്പോൾ പെർഫോം ചെയ്തതുപോലെ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.